യഥാർത്ഥത്തിൽ സ്കൂളിൻ്റെ ടൈമിംഗ് ഒക്കെ രാവിലെ 7 മണിക്കോ 8 മണിക്കോ ഒക്കെ ആക്കാം, 1 മണിക്ക് തീർക്കാം. സത്യമാണ്. സ്കൂൾ എഡ്യൂക്കേഷൻ ശരിക്കും പറഞ്ഞാൽ ബേസിക് ആയിട്ട് പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ ക്ലീൻലിനെസ്. ദേശീയ ഗാനം പാടി വിട്ടിട്ട് കാര്യമില്ല. ദേശസ്നേഹം എന്ന് പറയുന്നത് നിന്റെ വീട്ടിനകത്ത് പൊടി കിടക്കാത്തതുപോലെ തന്നെ വീടിന് വെളിയിലുള്ള വഴിയിലും വേസ്റ്റ് കിടക്കാൻ പാടില്ലെന്നും 24 വയസ്സിലും അപ്പൻ്റെ മുമ്പിലും അമ്മയുടെ മുമ്പിലും കൈ നീട്ടി മേടിച്ചുകൊണ്ട് പോരുന്നതിന് പകരം അവനുണ്ടാക്കി ചിലവാക്കുമ്പോൾ അതിനൊരു വാല്യൂ ഫോർ മണി ഉണ്ട്. ബിസാറ്റ് രാജചന്ദ്ര കോളേജ് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും? 2 ലക്ഷത്തിൽ താഴെ സ്ക്വയർ ഫീറ്റ് കാണും. 2 ലക്ഷം സ്ക്വയർ ഫീറ്റ്. അത് താഴെ ആയിരിക്കും. എനിക്ക് നമ്മൾ വിദേശത്തൊക്കെ പോയാൽ ചില യൂണിവേഴ്സിറ്റിയുടെ സ്പേസ് ഒക്കെ ഇത്രേ ഉള്ളൂ. യൂണിവേഴ്സിറ്റിയാണ്. നമ്മള് കോളേജ് എന്ന് പറയുന്നതേ ഉള്ളൂ. നമ്മളിപ്പം പോയാൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഓക്സ്ഫോർഡിൽ ചെന്ന് കഴിഞ്ഞാൽ ആ പേരിൽ ഓരോന്നിനും ഇങ്ങനെ ഓരോ യൂണിവേഴ്സിറ്റി കിടക്കുന്ന ക്യാമ്പസ് ഇതുപോലെയൊക്കെ ഉള്ളൂ. പിന്നെ വലുതുണ്ട് ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്, ഉണ്ട്. പക്ഷേ അല്ല, ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇതൊരു വലിയ ഒരു ഫാക്ടറി സ്പേസ് ആണിത്. അതെ. പിന്നെ ഇത്രയും ഹ്യൂമൻ റിസോഴ്സസ് ഉള്ള ഒരു സ്ഥലം. നമുക്ക് നമ്മുടെ കോളേജുകൾ ഈ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം എന്ന് ഇപ്പോൾ പുസ്തകത്തിൽ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്, നമ്മൾ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് വേണ്ടി നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്ന് പ്രാക്ടിക്കലാക്കുന്നതിനെ പറ്റി ചിന്തിക്കേണ്ട ഒരു കാലമായില്ലേ? അതെ, അത് വളരെ നേരത്തെ തന്നെ ചെയ്യേണ്ട കാര്യമാണ്. ഇപ്പം നമ്മുടെ ഈ കുട്ടികളുടെ മൈഗ്രേഷൻ പോലും ഇത്ര ഈസി ആയിട്ട് കുട്ടികൾ വെളിയിലോട്ട് പോകാനുള്ള കാര്യം എന്ന് പറയുന്നത് ജോലി സാധ്യതകളും ഏണിംഗ് വൈൽ ലേണിംഗ് എന്നുള്ള ഒരു സംവിധാനം വിദേശ രാജ്യങ്ങളെല്ലാം തന്നെ, അല്ലെങ്കിൽ യൂറോപ്യൻ അമേരിക്കയും പണ്ട് തന്നെ യൂറോപ്പിൽ നിന്ന് തുടങ്ങി അമേരിക്ക എടുത്തു, മറ്റുള്ള ഓസ്ട്രേലിയ ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളിലും കാനഡയിലും എല്ലാം അങ്ങനെ തന്നെ പോകുന്നു. അവരെല്ലാം ആ ഒരു പാറ്റേണില്ല. 18 വയസ്സ് കഴിഞ്ഞിട്ട് ഒരു കുട്ടിയെ വീടിന് വെളിയിൽ പോയി താമസിച്ച് പഠിക്കുവാനുള്ള സംവിധാനത്തിലാണ് അവരുടെ വിദ്യാഭ്യാസ രീതി ഉണ്ടാക്കിയേക്കുന്നത്. 18 വയസ്സ് കഴിഞ്ഞ് വെളിയിൽ പോയി താമസിക്കുന്ന ഒരുത്തനെ സംബന്ധിച്ചിടത്തോളം ഒരു കോഴ്സിന്, ഒരു അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സിന് ചേർന്ന് കഴിഞ്ഞാൽ അവന് ആഴ്ചയിൽ എല്ലാ ദിവസവും ഫുൾ ടൈം നമ്മുടെ പോലെ 9 മണി തൊട്ട് വൈകുന്നേരം 4 മണി വരെ ക്യാമ്പസിൽ ക്ലാസ്സിലിരിക്കണ്ട. അവിടെയാണ് വ്യത്യാസം അവിടെയാണ്. അവന് രാവിലെ 9 മണിക്ക് ചെല്ലണ്ട, 4 മണി വരെ ക്യാമ്പസിൽ വേണ്ട. ഇവിടെ നമ്മൾ കിൻഡർ ഗാർഡൻ സ്പേസ് അതേ രീതിയിലാണ് കോളേജിന് പഞ്ചിങ് പോലെ പഞ്ചിങ് ഉണ്ടല്ലോ, പഞ്ചിങ് ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. അപ്പം ബേസിക്കലി മാറേണ്ടത് യൂണിവേഴ്സിറ്റി കൾച്ചറും UGC തൊട്ടുള്ള AICT തൊട്ടുള്ള അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിലിരിക്കുന്ന ആൾക്കാരുടെ മനസ്സിലുണ്ടാകേണ്ട മാറ്റങ്ങൾ. ഇൻ്റർനാഷണലി പോയി പഠിച്ച ആൾക്കാർ വരെ നമ്മുടെ കൂടെ കാണും ചിലപ്പം വിദ്യാഭ്യാസ മേഖലയിലൊക്കെ. പക്ഷേ ഈ മാറ്റങ്ങളൊന്നും പ്രപ്പോസ് ചെയ്യാനോ അതിനെ പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരാനോ ഉള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നില്ല. ഇപ്പം നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇപ്പം ഇവിടെ സ്കൂളിൻ്റെ ടൈമിങ് തന്നെ യഥാർത്ഥത്തിൽ സ്കൂളിൻ്റെ ടൈമിംഗ് ഒക്കെ രാവിലെ 7 മണിക്കോ 8 മണിക്കോ ഒക്കെ ആക്കാം. പിള്ളേർക്ക് രാവിലെ എണീക്കുന്നതിന് ഒരു പ്രശ്നവുമില്ല. 1 മണിക്ക് തീർക്കാം. സത്യമാണ്. 1 മണി തൊട്ട് വരെ തീർത്തിട്ട് ഈ കുട്ടികൾ തിരിച്ചു പോരുവാണെങ്കിൽ അതുങ്ങൾക്ക് വീട്ടിൽ വന്ന് കളിക്കാനും ഉറങ്ങാനും അവരുടെ കാര്യങ്ങളൊക്കെ നടക്കും. പിന്നെ ഇത്ര വലിയ ഒരു സിലബസിൻ്റെ ആവശ്യവുമില്ല, ഇത്ര വലിയ ഭാരപ്പെട്ട ഒരു ചുമട്ടിൻ്റെ ആവശ്യവുമില്ല. അതും ലഘൂകരിക്കാം. ഈ ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ 7 മണിക്ക് സ്കൂൾ തുടങ്ങാൻ, അല്ല 7:30-ക്ക് തുടങ്ങുവാണെങ്കിൽ വഴിയിലെ ട്രാഫിക്കും കാര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഒരു പരിധി വരെ ഒഴിവായി കിട്ടും. എഞ്ചിനീയറിംഗ് കോളേജോ അല്ലെ അങ്ങനെയുള്ള കോളേജുകൾ 9 മണിക്ക് തുടങ്ങുന്നു, അത് 2 മണിക്കോ 3 മണിക്കോ തീർത്തു. അങ്ങനെ ടൈം ആക്കി കഴിഞ്ഞാൽ നമ്മുടെ റോഡിലെ ട്രാഫിക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കുറയും. ഒന്നത്. രണ്ടാമത് സിലബസ് ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലേക്ക് എത്തിക്കേണ്ട കാലം പണ്ടേ കഴിഞ്ഞു. നമ്മളൊക്കെ പഠിച്ച കാലത്ത് പഠിച്ചത് തന്നെ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലേ? വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. സിവിൽ എഞ്ചിനീയറിംഗ് ചിലപ്പം എടുത്തു നോക്കിയാൽ ചിലപ്പോൾ 1935 ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജ് അല്ലെങ്കിൽ പിന്നെ കേരള യൂണിവേഴ്സിറ്റി തുടങ്ങിയ കാലത്തുള്ളതായിരിക്കും ഇത്. ഇപ്പോഴും എന്ത് മാറ്റം വരുത്തിയെന്ന് അറിയില്ല. അപ്പം ഈ മാറ്റങ്ങൾ വരുവാനും എത്ര ടൈം ഒരു കുട്ടി സ്പെൻഡ് ചെയ്യണം എന്നുള്ളതും, ടൈം സ്പെൻഡ് ചെയ്താലും അതിൻ്റെ അവർക്ക് ഒരു സ്പേസ് ഇൻഡസ്ട്രി ഇൻട്രാക്ഷന് വേണ്ടിയിട്ടും അവർക്ക് ഒരു തൊഴിൽ പഠിക്കുന്നതിനും തൊഴിൽ ചെയ്യുന്നതിനുമുള്ളൊരു സ്പേസ് കൂടെ കൊടുക്കുന്നതായിരിക്കും വിദ്യാഭ്യാസ രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് കൊണ്ടുവരേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഏണിംഗ് വൈൽ ലേണിംഗ് എന്നുള്ള പറയുന്ന ഒരു പരിപാടി ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വ്യക്തിയുടെ വളർച്ചയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റാണ്. ഈ 25 വയസ്സിലും
24 വയസ്സിലും അപ്പൻ്റെ മുമ്പിലും അമ്മയുടെ മുമ്പിലും കൈ നീട്ടി മേടിച്ചുകൊണ്ട് പോരുന്നതിന് പകരം അവനുണ്ടാക്കി ചിലവാക്കുമ്പോൾ അതിനൊരു വാല്യൂ ഫോർ മണി ഉണ്ട്. എപ്പോഴും അതിന് അവൻ പ്രൗഡാകും, അവനോട് തന്നെ ഒരു ബഹുമാനം തോന്നും, അല്ലേ? ഞാൻ ഉണ്ടാക്കിയ പൈസ കൊണ്ട് ഞാൻ എന്തെങ്കിലും കാര്യം ചെയ്തു എന്ന് പറയുമ്പം അതിനൊരു വളരെ ഗ്ലോറിഫൈഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഈ രാജൻ പറഞ്ഞ ഇപ്പോൾ കോസ്റ്റ് ഓഫ് മണിയിൽ നിന്ന് വാല്യൂ ഓഫ് മണിയിലേക്ക് നമ്മുടെ ബ്രെയിനെ മാറ്റുക എന്നുള്ളതാണ്. ഇത് വിസാറ്റിൽ പരീക്ഷ നോക്കി കൂടെ ഞങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് അതിനുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ വർഷം ഞങ്ങളൊന്ന് ശ്രമിച്ചു. ഞങ്ങളുടെ കുട്ടികളെ അടുത്തുള്ള ഇൻഡസ്ട്രിയിൽ ഞങ്ങൾ വിട്ടു. പക്ഷെ അവരുടെ ഒരു ടൈമിൻ്റെ ഒരു പ്രശ്നം ഇൻസിസ്റ്റ് ചെയ്തുകൊണ്ട് മിനിമം ഒരു 6 മണിക്കൂർ 7 മണിക്കൂർ ടൈം അവിടെ സ്പെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ അക്കാഡമിക് ടൈമിങ്ങും ഇതുമായിട്ട് മാച്ച് ചെയ്യാൻ പറ്റും. ക്ലാസ് വന്നുകൊണ്ട് ക്ലാസ് ഇല്ല, അത് കഴിഞ്ഞിട്ട് കുട്ടികളെ വിട്ടപ്പം. അല്ല, അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ അക്കാഡമിക് ടൈമിങ് കോളേജും ഫോളോ അപ്പ് ചെയ്തേ പറ്റുള്ളൂ. അല്ല, നമുക്ക് കുറച്ച് നേരത്തെ ക്ലാസ് തുടങ്ങാൻ. അതുകൊണ്ടാണല്ലോ നമുക്ക് ഈ മാർക്കും അറ്റൻഡൻസിൻ്റെ ഇതൊക്കെ കൊടുക്കണമല്ലോ യൂണിവേഴ്സിറ്റിക്ക്. അറ്റൻഡൻസ് ഇല്ലാത്ത ആളെ നിങ്ങൾ ക്വാളിഫൈ ചെയ്യുന്നില്ല എക്സാമിന്, മനസ്സിലല്ല. അപ്പോൾ യൂണിവേഴ്സിറ്റിയായിട്ട് കണക്റ്റഡാണ്. അല്ല, ആ അവേഴ്സ് ഫുൾഫിൽ ചെയ്താൽ പോരാ അല്ലേ? അല്ല, അങ്ങനെ പോരാ. നമ്മൾ അവേഴ്സ് ഫുൾഫിൽ ചെയ്താൽ പോരാ. അവേഴ്സ് എന്ന് പറയുന്നത് എല്ലാവർക്കും കൂടിയല്ലേ ചെയ്യുന്നത്, വ്യക്തിക്കല്ലല്ലോ. അപ്പം അതുകൊണ്ട് ഇവർ 3 മണി കഴിഞ്ഞിട്ട് ക്ലാസ് കഴിഞ്ഞ് ടോട്ടൽ ഷിഫ്റ്റിംഗ് അങ്ങ് ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ, വിസാറ്റ് കോളേജ് രാവിലെ ഒരു 7:30 ടീച്ചിങ് അവേഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ ഇൻഡിവിജ്വലി പറ്റുമോ? അതിന് ഗവൺമെൻറ് റൂൾസ്? അതിന് ഇപ്പോഴത്തെ കണ്ടീഷന് നമുക്ക് പെർമിഷൻ ഇല്ല എന്നുള്ളതാണ് എൻ്റെ അറിവ്. ഇല്ല, അതൊക്കെ ഇനിയും കാലത്തിനനുസരിച്ച് ഗവൺമെൻറ്റുകൾ പോളിസികൾ എടുത്ത് ഹയർ എഡ്യൂക്കേഷൻ പറഞ്ഞാലും അവരൊക്കെ അത് മാറ്റി, അത് മിനിസ്ട്രിയുടെ തീരുമാനങ്ങളിലെ എന്തൊക്കെയോ മാറ്റമല്ലേ എഡ്യൂക്കേഷൻ പോളിസീസിന് ഇപ്പോഴത്തെ ഉണ്ട്. ഗവൺമെൻറ് ശ്രമിക്കുന്നുണ്ട്. ഇപ്പം മിനിസ്റ്റർമാർ 2 പേരും അതിന് വളരെ UDFൻ്റെ ടീം, UDFൻ്റെ തീരുമാനം തന്നെ മുഖ്യമന്ത്രിക്ക് തന്നെ വളരെ വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട്. അവരതിനെപ്പറ്റിയൊക്കെ പഠിക്കുന്നുണ്ട്. പ്രായോഗികമാകുമെന്ന് തോന്നുന്നു. കാരണം ഇതിനെപ്പറ്റി ഒന്നും അല്ലെങ്കിൽ അവർ സംസാരിച്ചു തുടങ്ങിയല്ലോ. അവിടെ അവർക്ക് അതിനെപ്പറ്റി വ്യക്തമായ ധാരണയുണ്ട്, ആഗ്രഹങ്ങളുണ്ട്. നാട്ടിൽ മാറ്റം കൊണ്ടുവരണമെന്നും മനുഷ്യൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കണം എന്നുള്ളതിനെപ്പറ്റി വ്യക്തമായ ഒരു ധാരണയുണ്ട്. അതാണ് മെയിൻ. നമുക്ക് ഇഫ് ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ എന്നാണല്ലോ നമ്മൾ പറഞ്ഞത്. ആ വില്ലുണ്ട്, ഇനി വേ ഉണ്ടായാൽ മതി. ആ വേ ഉണ്ട്, വേ ഈസ് ഓപ്പൺ ദെയർ. നമ്മൾ എങ്ങനെ അതിനെ ബ്രേസ് ചെയ്യുന്നു എന്നുള്ളതാണ് കാര്യം. അപ്പോൾ ആ വില്ലുമുണ്ട്, വേയും ഉണ്ട്, എല്ലാം നമ്മുടെ മുമ്പിലുണ്ട്. നമ്മളത് എക്സിക്യൂട്ട് ചെയ്യണം. എക്സിക്യൂഷൻ പാത്ത് ബീയിങ് എ ഡെമോക്രസി നമുക്ക് കുറേ നൂലാമാലകളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കേണ്ടി വരാം. ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ സ്കൂൾ എടുത്തു കഴിഞ്ഞാൽ സ്കൂളിലെ കുട്ടികൾ തന്നെ വീട്ടിലൊരു 3-3:30 4 മണിക്ക് എത്തുന്നു. അത് കഴിഞ്ഞിട്ട് അവർ ആദ്യം ചെയ്യുന്നത് എന്തായിരിക്കും? യൂണിഫോം മാറ്റുക. ഇനിയിപ്പം കുളിച്ചിട്ട് ഭക്ഷണം കഴിക്കാനിരിക്കുക. ഭക്ഷണം കഴിക്കാൻ തന്നെ കുറച്ച് സമയം എടുക്കും. കാരണം അവർക്ക് അറിയാം അടുത്ത പഠിക്കേണ്ടതാണെന്ന്. അതുകൊണ്ട് അത് കഴിഞ്ഞ് പഠിക്കാൻ വേണ്ടിയിട്ട് കുറേ സമയം എടുത്ത് 7-8 മണിയാകുമ്പോൾ തന്നെ കളിക്കാൻ അവർക്ക് സമയമില്ല. വീട്ടിൽ നമ്മൾ ട്യൂഷനൊന്നും വിടണ്ട, വീട്ടിൽ പഠിപ്പിക്കുന്ന കാര്യമായി പറയുന്നത്. അത് കളിക്കാൻ സമയമില്ല. പിന്നെ നേരെ 8 hours സ്ലീപ്പ് എന്നൊരു സാധനം ഉള്ളത് കൊണ്ട് കുട്ടികളെ കിടത്തി വർക്കാണ്. പിന്നെ രാവിലെ വീണ്ടും എണീക്കുകയാണ്. അതാ പറഞ്ഞ ഈ ഒരു അക്കാഡമിക് സ്ട്രെസ്ഫുൾ ടൈം ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അക്കാഡമിക് ബേർഡൻ എന്ന് പറയുന്നത് റീറൈറ്റ് ചെയ്ത് അതിലൊക്കെ മാറ്റങ്ങൾ കൂട്ടുന്നു. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്യണം. അതിലാണ് കാര്യം. ഇപ്പം നമ്മൾ AI എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇന്ന് നമ്മുടെ സ്കൂൾ എഡ്യൂക്കേഷനിൽ കമ്പ്യൂട്ടർ ഇല്ല. സ്കൂൾ എഡ്യൂക്കേഷനിൽ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ ഉപയോഗിക്കാൻ സമ്മതിക്കില്ല. അതെ, ഒന്നാണ്. പിന്നെ സ്കൂൾ എഡ്യൂക്കേഷന് ശരിക്കും പറഞ്ഞാൽ ബേസിക് ആയിട്ട് പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ ക്ലീൻലിനെസ്, സത്യം. ഓക്കെ, നമ്മൾ ദേശീയ ഗാനം പാടി വിട്ടിട്ട് കാര്യമില്ല. ദേശസ്നേഹം എന്ന് പറയുന്നത് നിൻ്റെ വീട്ടിനകത്ത് പൊടി കിടക്കാത്തതുപോലെ തന്നെ നിൻ്റെ വീടിന് വെളിയിലുള്ള വഴിയിലും വേസ്റ്റ് കിടക്കാൻ പാടില്ലെന്നും പൊടി കിടക്കാൻ പാടില്ലെന്നും അത് ക്ലീനായിട്ട് കിടക്കേണ്ടത് നിൻ്റെ വീട് പോലെ തന്നെ ആവശ്യമാണെന്നും നീ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നിൻ്റെ കൂടി ഉത്തരവാദിത്വമാണെന്നും അവിടെ ഉണ്ടാകേണ്ട ഇമ്പ്രൂവ്മെൻറ്റ്സും കാര്യങ്ങളും വഴിക്ക് വീതി കൂടണമെങ്കിൽ അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നിൻ്റെയും കൂടെ ഇതാണെന്നും നിൻ്റെ ഫുഡ് നിൻ്റെ ബേസിക് ആയിട്ടുള്ള ആവശ്യമാണെന്നും പാത്രം കഴുകുന്നത് നിൻ്റെ മാത്രം ആവശ്യമാണെന്നും അല്ലെ ഡ്രസ്സ് ക്ലീനായിട്ട് കിടക്കേണ്ടത് നിൻ്റെ ആവശ്യമാണെന്നും ഇതൊക്കെ പിള്ളേരെ ചെറുപ്പത്തിൽ പഠിപ്പിക്കാവുന്ന കാര്യങ്ങളാണ്. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു 5 വയസ്സിലും അതിൽ താഴെയും
അമ്മമാർക്ക് വീട്ടിൽ തൊട്ട് പഠിപ്പിക്കാവുന്ന കാര്യങ്ങൾ ടീച്ചർമാർക്കും പഠിപ്പിക്കാൻ. കാരണം പാത്രം കഴുകി അവരെ കൊണ്ട് ശീലിപ്പിച്ചാൽ Right. അവർ ജീവിതകാലം മുഴുവൻ പിന്നെ അമ്മയ്ക്ക് കൂടെ കൊടുക്കൂല പാത്രം കഴുകാൻ, അവർ തന്നെ കഴുകും. അതെ, അതെ. അതെ. അല്ലേ? അതെ അതെ നമുക്ക് അങ്ങനെ ശീലമില്ല. ഇതുമായി ബന്ധപ്പെട്ട് അയച്ചാൽ എനിക്കൊരു വളരെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ട്. എനിക്കൊന്ന് അതിവിടെ മെൻഷൻ ചെയ്യണം എന്നുണ്ട്. അത് ഞാൻ താമസിക്കുന്നതിൻ്റെ തൊട്ട് മുന്നിലാണ് എൻ്റെ ജസ്റ്റിസ് അബ്ദുൽ ഹക്കീം താമസിക്കുന്നത്. അദ്ദേഹത്തെ കഴിഞ്ഞ ഒരു 5-7 വർഷമായിട്ട് നമ്മൾ കാണുമ്പോൾ അദ്ദേഹം രാവിലെ എഴുന്നേറ്റ് അദ്ദേഹം മുറ്റം മാത്രമല്ല തൂക്കുന്നത്, അദ്ദേഹം താമസിക്കുന്ന വീടിൻ്റെ 2 സൈഡിലേക്കുമുള്ള ഒരു 50 മീറ്റർ റോഡ് അദ്ദേഹം തന്നെ തൂക്കും. നമ്മൾ സൈക്കിൾ ചവിട്ടാനൊക്കെ പോകുമ്പോൾ ഗുഡ് മോർണിംഗ് സാർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചമ്മിയാണ് പോകുന്നത്. അല്ല, പക്ഷെ അത് നിങ്ങൾ ഒരു വീഡിയോക്കാരനെ കൊണ്ടുപോയിട്ട് പെർമിഷൻ എടുത്തിട്ട് അത് മനുഷ്യർക്ക് ഇത് നമ്മൾ പിള്ളേരെ കൊണ്ട് ചെയ്യിച്ചാൽ ഈ പ്രശ്നമെല്ലാം കഴിഞ്ഞു. വീടിൻ്റെ മിറ്റം അടിപ്പിച്ചാലും സ്കൂളിൻ്റെ മിറ്റം അടിപ്പിച്ചാലും അപ്പനും അമ്മയും സമ്മതിക്കണം. പക്ഷെ നമ്മുടെ ആവശ്യമായിട്ട് നമ്മൾ തൊട്ടെടുക്കണം. അല്ല എൻ്റെ കൊച്ചിനെ കൊണ്ട് ജോലി എടുപ്പിച്ചെന്നല്ല. ജാപ്പനീസുകാരത് ചെയ്യുന്നുണ്ട്. അവര് വഴി ഉൾപ്പെടെ ക്ലീൻ ചെയ്യും. ക്ലാസ് റൂംസ് അല്ല, കഴിഞ്ഞ ദിവസം ഫുട്ബോൾ നടന്ന സ്റ്റേഡിയം അവര് തോറ്റപ്പം, അവര് തോറ്റു മുന്നോട്ട് പോരുമ്പം ആ സ്റ്റേഡിയത്തിലിരുന്ന ജപ്പാനികൾ മുഴുവൻ നിങ്ങൾക്ക് സെർച്ച് ചെയ്തിട്ട് നോക്കാം, അവര് ആ സ്റ്റേഡിയം ക്ലീൻ ചെയ്തിട്ടാണ് പോകുന്നത്. അതാണ് അവര്. ട്രാഫിക് ലൈറ്റ് കത്താതെ ഒരു ജപ്പാനി അപ്പുറത്തോട്ട് ക്രോസ് ചെയ്യത്തില്ല, സീബ്ര ലൈനിൽ കൂടി അല്ലാതെ പോകില്ല. അത് കൾച്ചറാണ്. അത് ചെറുപ്പം തൊട്ട് പഠിപ്പിച്ച് വരണം. അത് 1 വയസ്സുള്ള കൊച്ചിനെ തൊട്ട് പഠിപ്പിച്ച് അത് വീട്ടിൽ അപ്പനും അമ്മയ്ക്കും ഇങ്ങനെ ശീലമില്ലാത്തതുകൊണ്ട് സ്കൂളിൽ നിന്ന് തുടങ്ങിയാൽ അടുത്ത ജനറേഷനെങ്കിലും രക്ഷപ്പെടും. ഞാൻ പറഞ്ഞേ, വി ആർ നോട്ട് ട്രെയിൻഡ്. അപ്പം നമ്മൾ ട്രെയിൻഡ് അല്ലാത്തത് കൊണ്ട് നമ്മൾ സ്കൂളിൽ നിന്ന് തുടങ്ങിയാൽ പിള്ളേർക്ക് ഇപ്പം 5 വയസ്സ് 4.5 വയസ്സുള്ള കുട്ടിയിൽ നിന്ന് തുടങ്ങിയാൽ അടുത്ത ജനറേഷൻ 25 വയസ്സ് കഴിയുമ്പം 25 വർഷം കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു 50%-ഓ 40%-ഓ എത്തിയാൽ പോലും വലിയ ഇമ്പ്രൂവ്മെൻറ്റാണ്. ഞാൻ ഈ 2 ദിവസം മുന്നേ കുഞ്ഞിനെ പിക്ക് ചെയ്യാൻ വേണ്ടി സ്കൂളിൽ പോയായിരുന്നു അവിടെ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവളുടെ ഒരു കൂട്ടുകാരി ഓടി വന്നിട്ട് പറയാ, അവളുടെ അമ്മയുടെ അടുത്ത് ധൃതി കൂട്ടും. അപ്പോൾ പെട്ടെന്ന് അപ്പോൾ എന്താ എനിക്ക് പീ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ധൃതി കൂട്ടുക. അപ്പോൾ ഞാൻ പറയും, മോളെ സ്കൂൾ വാഷ്റൂം യൂസ് ചെയ്തിട്ട് വാ, ഞങ്ങൾ വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു ആ കുഞ്ഞിൻ്റെ അടുത്ത്. ഇറ്റ്സ് ഡേർട്ടി എന്നാണ് ആ കുട്ടി ആദ്യം പറഞ്ഞത്. അല്ല, ഇതിനെപ്പറ്റി ഇപ്പം നമ്മൾ ഒരു 2-3 ആസ്പെക്ട്സ് ഉണ്ട് ഇതിനെ. ഞാൻ എൻ്റെ കുട്ടികൾ 2 പേരും ഞാൻ പറയുന്ന ഒരു 15 വർഷം മുമ്പത്തെ കാര്യം, എല്ലാവരും 10-12 വർഷം മുമ്പ്. ഇവർ 2 പേരും 10 വർഷം മുമ്പ് ദമാമിൽ സൗദിയിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ അവിടുത്തെ ഇന്ത്യൻ എംബസി സ്കൂളിൻ്റെ മാനേജിങ് കമ്മിറ്റി, ഒരു 7 അംഗ മാനേജിങ് കമ്മിറ്റി, ഓൾ ഇന്ത്യ ആൾക്കാരുടെ പ്രാതിനിധ്യമുണ്ട്. മലയാളികളുടെ എണ്ണം കൂടുതലായതുകൊണ്ട് 2 മലയാളികൾക്ക് പറ്റും. അങ്ങനെയായിരുന്നു അവിടുത്തെ ഒരു സെറ്റപ്പ്. ഇപ്പോൾ അതൊക്കെ മാറിപ്പോയി. അതൊരു പാർലമെൻറ്റ് ഇലക്ഷനേക്കായി വലിയ വാശിയുള്ള ഇലക്ഷനും വലിയ പത്രത്തിലും മീഡിയയിലും എല്ലാം വരുന്ന ഒരു വലിയ സംഗതി. ഒരു MLA പോലെയാണ്. നാട്ടിലുള്ള കാര്യത്തിൽ നമ്മളെ വിളിക്കും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടുത്തെ ആ ഏരിയയിൽ, ദമാം കോവാറെല്ലാം. അപ്പം ഞങ്ങൾ ഇലക്ഷന് നിൽക്കുമ്പം അന്നത്തെ ഏറ്റവും വലിയൊരു കംപ്ലൈൻറ്റ് ഈ ഗേൾസ് സ്കൂളിൻ്റെ ടോയ്ലറ്റുകളാണ്. അപ്പം ഞങ്ങൾ ഭരണം കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മുടെ മാനേജിങ് കമ്മിറ്റിയിലുള്ള ഞങ്ങൾ 4 പേര് സ്റ്റാഫും പ്രിൻസിപ്പളും ഒക്കെ ആയിട്ട് വിസിറ്റിന് പോയി അവിടെ എത്തിക്കഴിഞ്ഞപ്പം ഇത് വൃത്തിക്ക് കിടപ്പുണ്ട്. ഓഫ് കോഴ്സ് നമ്മൾ പുതിയ കമ്മിറ്റിയൊക്കെ വന്നപ്പം ക്ലീനായി കിടന്നാകാം എന്ന് നമ്മൾ വിചാരിച്ചു. പക്ഷെങ്കിൽ ഇതിനൊരു പ്രായോഗിക പ്രശ്നമുണ്ട്. ആ സ്കൂളെന്ന് പറയുന്നത് അന്ന് 18,000 സ്റ്റുഡൻസ് സ്ട്രെങ്താണ്. എന്ന് പറഞ്ഞാൽ ലോകത്ത് തന്നെ ഏറ്റവും ലാർജസ്റ്റ് സ്കൂളാണ്. 15,000 ബോയ്സും ഗേൾസുമായിട്ട് 15,000. ഇപ്പം 15,000-ഓളം ഉണ്ട്. ഇപ്പോഴും നമ്മൾ ഈ ബ്രേക്ക് ടൈം എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രശ്നം 15 മിനിറ്റാണ് അല്ലേ? അല്ലേ? ഈ 15 മിനിറ്റിൽ നമ്മൾ ഈ ക്ലാസ് അങ്ങോട്ട് വിടുമ്പോൾ പിള്ളേർ ഇറങ്ങി ഒറ്റ ഓട്ടമാണ് അല്ലേ? ആദ്യം കയറുന്ന ആൾ അല്ല രണ്ടാമത്തെ ആളും കൂടെ ഫ്ലഷ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ വെള്ളം വരാനുള്ള സമയമില്ലാതെയാണ് 3-ാമത്തെ ആളും 4-ാമത്തെ ആളും 5-ാമത്തെ ആളും ഒക്കെ കയറുന്നത് അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഡേർട്ടി ആയി പോവും. അതിന് അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള നിർത്തി കുട്ടികൾ പോയിട്ട് പിന്നെയുള്ള അതൊന്നും നടക്കില്ലല്ലോ. കാരണം ഇത് നമ്പർ പിള്ളേർ ആര് കൺട്രോൾ ചെയ്യാനാ, ഇതൊന്നും നടക്കില്ല. അല്ലെങ്കിൽ അതിൻ്റെ ഫ്ലഷിൻ്റെ ടൈപ്പ്
വേറെ രീതിയിലുള്ള ഹൈ ഈ പിന്നെ ഡെൻസിറ്റി പ്രസ് ചെയ്താൽ പോരുന്ന വേറെ ടൈപ്പ് ഈ ഷവറിൻ്റെ ടൈപ്പ് ഈ പിന്നെ ഒരു എന്താ പറയുക ലിവർ ടൈപ്പ് ഉണ്ട്, അങ്ങനത്തെ ഒക്കെ വെക്കണം. അപ്പോൾ അത് അവിടെ ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിൻ്റെ റിയലായിട്ടുള്ള റീസൺ ആരും മാനേജിങ് കമ്മിറ്റിയുടെ കുഴപ്പമല്ല, മാനേജ്മെൻറ്റിൻ്റെ കുഴപ്പമോ അവിടെ ഉള്ള സ്റ്റാഫിൻ്റെ കുഴപ്പവും കൊണ്ടല്ല, പിള്ളേരുടെ ഫ്ലോ ഇതിങ്ങനെ ആയിരിക്കും എല്ലായിടത്തും. പിന്നെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് കുറവുള്ളിടത്ത് ഈ പ്രശ്നം ഉണ്ടാകത്തില്ല. നല്ല ടെക്നോളജി ഉള്ളിടത്തും നല്ല രീതിയിലുള്ള കാര്യങ്ങളുള്ളിടത്തും ഇത് കുഴപ്പമില്ല. പിള്ളേരുടെ എണ്ണം കൂടിയാൽ വലിയ പ്രശ്നം. രണ്ട് കാര്യമുണ്ട്. ഇത് ക്ലീൻ ചെയ്യാൻ മാനേജ്മെൻറ്റിൻ്റെ ഒരു ചുമതല ഉണ്ടാവണം. രണ്ട്, ഓരോ കുട്ടികളും അവരുടെ ശുചിത്വം നോക്കണം. അല്ല, എന്നാലും ഇതിനകത്തൊക്കെ അന്ന് നമ്മൾ അവിടെ കണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ എണ്ണം ഭയങ്കര കൂടുതലായതുകൊണ്ട് ഈ ഒരാളിറങ്ങി അന്നേരം അടുത്ത ആൾ കയറുക. അപ്പോൾ ഇത് ഈ ഫ്ലഷിനകത്ത് വെള്ളം ഫില്ല് ചെയ്യാനുള്ള സമയം പോലും, ഈ ടാങ്കിൽ വെള്ളം ഫില്ല് ചെയ്യാനുള്ള സമയം പോലും വരത്തില്ല. അപ്പം നമ്മൾ പറഞ്ഞാൽ അതിൻ്റെ മറ്റേ ടൈപ്പ് സാധനം വെക്കണം. അതൊന്നും ആ സ്കൂളിലൊന്നും പ്രായോഗികമായിട്ട് വരണമെങ്കിൽ വലിയ പാടാണ്. കാരണം അതിന് പമ്പ്, മറ്റേ പ്രഷർ പമ്പ് ഉൾപ്പെടെയുള്ള സംഗതികളുണ്ടെങ്കിലേ നടക്കത്തുള്ളൂ. അപ്പം അങ്ങനെയുള്ള സംഗതികളുടെ ഒരു കുറവുണ്ട്. അതുകൊണ്ട് പൊതുവെ പെൺപിള്ളേർ സ്കൂളിൽ പോയിട്ട് ഈ ഒരു പ്രശ്നമുണ്ട് അവർക്ക്. വീട്ടിൽ വന്നിട്ട് അന്നേരം അതാ പറഞ്ഞത് ഈ ടൈമിങ് വലിയ പ്രശ്നമാണ് നമ്മുടെ. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്ന് പറഞ്ഞാൽ പിള്ളേർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും.